ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചില വീടുകളൊക്കെ എനിക്കറിയാവേ, അവരൊക്കെ ഇവിടെ കാണും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇഷ്ടംപോലെ വീടുകൾ. അതായത് അവർ ഈ ഈശോയുടെ തിരുഹൃദയ രൂപം വീട്ടിലെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന രൂപത്തിൻ്റെ മുമ്പിൽ ഒരു എണ്ണത്തിരി കത്തിച്ചു വെക്കും. രാത്രിയിൽ എല്ലാ ലൈറ്റുകളും ഓഫായി കഴിയുമ്പോഴും ഈ തിരി കത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് രാത്രി 2 മണി 3 മണി സമയമാകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും എഴുന്നേറ്റാൽ അവർ നടന്ന് ഇരുട്ടത്ത് വന്നിട്ട് ഈ തിരുവെളിച്ചത്തിലിരുന്നോണ്ട് ഈശോയോട് പ്രാർത്ഥന. അപ്പോൾ ആ പ്രസൻസിൽ പോയിരിക്കുക, ദൈവസന്നിധിയിൽ പോയിരിക്കുക, ഇരിക്കുമ്പം കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവസ്വരം കേൾക്കണമെങ്കിൽ, ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. നമ്മളൊന്ന് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ആയിരിക്കുകയും ചെയ്യണം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ, ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി കടിച്ച് യേശുവേ സ്തുതിക്ക് സ്തുതി ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ധ്യാനം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന. എഫെസസ് ലേഖനം 6:18-20 വചനം പറയുന്ന പോലെ നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന, എല്ലാ സമയം പ്രാർത്ഥന കൊണ്ട് ഈ ദിവസങ്ങളെ നമുക്ക് മുഴുവൻ പ്രയറിലാക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അനുഗ്രഹം ഉറപ്പായി. പ്രാർത്ഥനയുടെ ഫലം എല്ലാം അനുഭവമാണ്. നമുക്കൊരു ഈശോയ്ക്ക് 3 പ്രലോഭനം ഉണ്ടാകുന്നു. ദുഷ്ടാരൂപി പ്രലോഭിപ്പിക്കുമ്പോൾ ഈശോ അതിൽ തോൽപ്പിക്കാൻ കാരണം അത് തൊട്ട് മുമ്പ് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയറിൻ്റെ ഫലമാണ്. നിങ്ങൾ നോക്കിയോ, ലോകത്തിലെ ഏതൊരു വിശുദ്ധരുടെ ചരിത്രം പഠിച്ചു, അവരൊക്കെ വിശുദ്ധരായതിൻ്റെ പിന്നിൽ കാരണം പ്രാർത്ഥനയുണ്ട്, പ്രയർ ലൈഫുണ്ട്, പ്രാർത്ഥനാ ജീവിതമുണ്ട്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വേ ആരാധന. കൈകളടിച്ച് കർത്താവെന്ന് പറഞ്ഞേ എല്ലാ ബന്ധനങ്ങളും കെട്ടുവഴിയട്ടെ. നന്നായിട്ട് കേട്ടിച്ച് സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പിശാച് വന്നിട്ട് ഈശോയോട് പറയുന്നുണ്ടല്ലോ, അതായത് ഈ കല്ലുകളോട് അപ്പം പറയും. അപ്പോൾ ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അതായത് ശരിക്കും മനുഷ്യൻ ദൈവവചനമാണ് അവനെ നയിക്കേണ്ടത് എന്നറിയണമെങ്കിൽ പ്രാർത്ഥനയിലിരിക്കണം. പ്രാർത്ഥനയിലിരിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങൾ ചിന്തിക്കുന്നത് ലോകമാണ്, ലോകത്തിൻ്റെ അപ്പം, പണം, സുഖം, അതാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയും. പ്രാർത്ഥിക്കുന്നവൻ പറയും, ഈ അപ്പമല്ല ശരിക്കും ജീവിതത്തിന് നിലനിൽപ്പ് നൽകുന്നത്, നിലനിൽപ്പെന്ന് തരുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള ബോധ്യം കിട്ടും. അത് പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ ആ ഒരു അപ്പം കിട്ടുള്ളൂ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് പറഞ്ഞ യേശുവേ സ്തുതിക്ക്. നന്നായിട്ട് ഈ നമ്മുടെ അണക്കരയിൽ ഈ ആദ്യ ശനിയാഴ്ചകൾ വലിയൊരു ജനാവലി വരുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി നന്നായിട്ട് നല്ല ഒരു. അപ്പോൾ അവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചിലർ അതിരാവിലെ എത്തും, ചിലപ്പം 2 മണി 1 മണി 3 മണി 4 മണി ഇങ്ങനെ സമയത്ത് വരും. എന്നിട്ട് പള്ളിയിൽ കയറിയിട്ട് ഇവർ ആൾക്കാരുടെ മുമ്പിൽ അവിടെ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇടത്ത് പുറത്ത് പോലും ഇറങ്ങത്തില്ലേ. ഞാനൊക്കെ ഇവരെന്തൊരു അവസ്ഥയാണ്, ഒരു ടോയ്ലറ്റിൽ പോലും പോകാതെ ഇവരിങ്ങനെ ഇരിക്കും. പക്ഷെ ചിലപ്പം വെള്ളം കുടിക്കാൻ ചിലപ്പം കൊണ്ടുവരും. ഇവരിങ്ങനെ പ്രാർത്ഥിക്കും. അത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി 3:30 കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. പക്ഷേ ഒരു ക്ഷീണമൊന്നും കാണുന്നില്ല. ആരും അസ്വസ്ഥപ്പെടുന്നതായിട്ടോ വിഷമിച്ച് പോകുന്നതായിട്ടോ ഫെയിൻറ്റ് ചെയ്ത് പോകുന്നതായിട്ടോ വളരെ ചുരുക്കമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സ് വന്നിട്ട് എന്താ പിന്നെ ഇവരെ ഒരു എനർജി കൊടുക്കുന്ന എന്താണ്? ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഭക്ഷിക്കാതെ ശരീരത്തിന് എനർജി കിട്ടുന്നത് ചില ദൈവത്തിൻ്റെ വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവർ ഭക്ഷിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ആ വചനം ഭക്ഷിക്കുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ഉന്മേഷം. പിന്നെ ഇവർക്ക് ശരീരത്തിൻ്റെ ഭക്ഷണം വിട്ടു, അവർക്ക് ഈ വചനം കിട്ടി, വചനത്തിലൂടെ ജീവൻ കിട്ടി. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഒരുപാട് തളർച്ചകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള കാലഘട്ടങ്ങൾ ഞാൻ ഓർത്തുണ്ട്. ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വചനം, ശരിക്കും വചനം ഒരു ഭക്ഷണമാണത്. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉണരുകയാണ്. നമ്മൾ ഉണർന്നിട്ട് നമ്മുടെ ക്ഷീണം മാറി, പെട്ടെന്ന് വിഷമം മാറി, നമ്മുടെ ആരോഗ്യമായി, മനസ്സും ശരീരവും ആത്മാവിനും ആരോഗ്യം കിട്ടുക. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മാമോദിസയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവമുണ്ട്, വലിയൊരു വചനമാണ്. അതായത് ലൂക്കാസ് സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 21-22 വചനം. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ശരിക്കും നിങ്ങൾക്കറിയാം, ഈ ലൂക്കാസ് വിശേഷവും നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനവും രണ്ടും എഴുതിയത് ലൂക്കാസ് വിശേഷകൻ.
ലൂക്കാ സുവിശേഷകൻ മുഴുവൻ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. ലൂക്കാ സുവിശേഷകൻ പ്രാർത്ഥന അതുകൊണ്ട് എവിടെയും ആദ്യം എടുത്ത് വെക്കുന്നു പ്രാർത്ഥനയായിരിക്കും. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം വെക്കുമ്പോൾ അവിടെ പെന്തക്കോസ്ത തുടങ്ങുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അത് അപ്പസ്തോല പ്രവർത്തനം 1:14-15 പറയും. അവർ പ്രാർത്ഥനയിൽ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ലൂക്കാ സുവിശേഷം ചെയ്യുന്നത് മുഴുവൻ പ്രയർ. പത്രോസ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് പറയും. പൗലോസ് ശ്ലീഹാ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാണാൻ പറ്റും. ഈശോയെക്കുറിച്ച് പറഞ്ഞു, ഈശോ മലമുകളിൽ പ്രാർത്ഥിക്കുന്നു. ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കും. സ്വർഗ്ഗസ്ഥനാഥനെ പഠിപ്പിക്കും. എല്ലാം പ്രാർത്ഥനയാണ് അന്തരീക്ഷം. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ പറയാണ് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് അടുത്ത വചനം എങ്ങനെയാണ്? ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗം തുറക്കപ്പെടുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. സാമുവേൽ പ്രവാചകന് ആർക്ക് ഓഫ് ദ കവനന്റിന്റെ അടുത്ത് ആയിരിക്കുമ്പോൾ അവിടെ വെച്ചാണ് ഇവന് ഈ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം. ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ 6-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ 1 മുതൽ 11 വരെയുള്ള വചനം വായിക്കും, കാണാൻ പറ്റും. അവൻ ദേവാലയത്തിലായിരിക്കുമ്പോൾ അവൻ ദൈവ സാന്നിധ്യം കാണുക. മാലാഖമാര് പരിശുദ്ധൻ പരിശുദ്ധനും ദൈവത്തെ സ്തുതിക്കുന്ന കേൾക്ക്. അതുകൊണ്ട് പ്രാർത്ഥനയിലിരിക്കുമ്പോഴാണ്. ഈ പ്രാർത്ഥനയിരുന്നാല് ശരിക്കുള്ള വെളിപാടുണ്ടോ? ആ ലോകത്തിലോട്ട് പോയി കിട്ടത്തില്ല ഇത്. ഈശോ ഇവിടുന്ന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈശോ ശക്തിപ്പെട്ടത്. അതുകൊണ്ടാണ് പിന്നെ പുറകോട്ട് പോയിട്ടില്ല. ഈശോ ആർക്കും ഒന്നും തൊടാൻ പറ്റാത്തതിന് കാരണമല്ലോ, ഈശോ പ്രാർത്ഥനയുടെ ഒരു ജീവിതമാണ്. ഈശോ എപ്പോഴും പ്രാർത്ഥിക്കും. ഈശോ ശുശ്രൂഷ കഴിഞ്ഞിട്ട് മലമുകളിലേക്ക് പോകും. തിരക്കുകൾ കൂടുമ്പോൾ ഈശോ കടലിന് അക്കരയിലോട്ട് പോകും. ഒറ്റയ്ക്കിരിക്കും, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് കൊതി തോന്നി. ഈശോയുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ട് കൊതി തോന്നിട്ട് ഒരു ദിവസം ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അവർക്ക് മനസ്സിലായി ഈശോയ്ക്ക് എല്ലാം കിട്ടുന്ന പ്രയറില്ല. ഈശോയുടെ ജീവിതം മുഴുവൻ പ്രയറാണ്. ഗെത്സമൻ തോട്ടത്തില് വലിയ സഹനം വരാൻ പോകുന്നു. ഈശോ മുൻകൂട്ടി എല്ലാം കാണുന്നുണ്ടല്ലോ, കുരിശുമരണവും പീഡാസഹനവും കുരിശുമരണം. പക്ഷെ അതിന് മുമ്പ് ഈശോ പ്രാർത്ഥിക്കാൻ പോയിരുന്നു. മുട്ടുമേൽ നിന്ന് ചോര വീർത്ത് പ്രയറിലാണ്, പ്രാർത്ഥനയിലാണ്. ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ശബ്ദപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ലൂക്കാ സുവിശേഷം മാത്രം പറയുന്ന കാര്യമാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചരിത്രം. പിതാവ് ഇവർ ചെയ്യുന്നത് ഇവരെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ ജീവിതം മുഴുവൻ പ്രയറാണ്. പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കർത്താവിനെ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ജപമാലയാണോ ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ കരുണക്കൊന്തയാണെങ്കിൽ ചൊല്ലും, അതൊക്കെ ചൊല്ലുന്ന കുഴപ്പം. പക്ഷെ അതിലുപരി പ്രയർ എന്ന് വെച്ചാൽ ഒരു കോൺവെർസേഷൻ. ദൈവത്തോട് എൻ്റെ ഹൃദയം മുഴുവൻ തുറക്കുന്നതാണ്. ദൈവത്തോടുള്ള സംസാരമാണത്. എല്ലാം പറയും. മുഴുവൻ എൻ്റെ വിഷമങ്ങളും കണ്ണുനീരും ദുഃഖവും ആകുലതകളും മുഴുവൻ ഇറക്കി വെക്കുന്നതാണ് പ്രയർ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതായത് സങ്കീർത്തനം 55:22 പറയുന്ന പോലെ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങുവാനോടൊന്ന് അനുവദിക്കില്ല. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ ദാവീദ് മാരക പാപം ചെയ്തു, പക്ഷെ അതിനുശേഷം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുക. അതാണ് സങ്കീർത്തനം 51. ദൈവം എന്നോട് കരുണയുണ്ടാകണം, ദയാപുരൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, അതെല്ലാം തുടച്ചു മാറ്റണമേ, എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും. മുഴുവൻ പ്രയറാണ്. പാപി പ്രാർത്ഥിക്കുകയാണ്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ അവസാനം വരുമ്പോൾ അവർ ഉത്തരം കിട്ടുന്നത് കാണാൻ പറ്റും. ബൈബിളിൽ പ്രത്യേകമുണ്ട്. ആരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം പ്രയറിൻ്റെ അവസാനം ഒരു ഉത്തരം കിട്ടിയിരിക്കും. ദൈവത്തോടെ ഒരു പ്രശ്നമോ വിഷമോ ദുഃഖമോ ദുരിതമോ ദുരന്തമോ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയോട് ആത്മസുഹൃത്തിനോടെന്ന പോലെ തുറന്നു പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രയർ കഴിയുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവന് ലഭിച്ചിരിക്കും. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. വീണ്ടും ലൂക്കാ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 9:28 മുതൽ 31-32 വരെയുള്ള വചനം വായിക്കും. വളരെ വചനം. അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എന്തുകൊണ്ടാണ് ഈശോ മല തിരഞ്ഞെടുക്കുന്നത്? മല തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാരണം ബൈബിൾ പറയുന്നത്, ഇത് വലിയൊരു തിയറി ഉണ്ട്, തിയോളജി ഓഫ് മൗണ്ടൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. മലകൾ ഈശോ ദൈവം തിരഞ്ഞെടുക്കും. പഴയ നിയമത്തിൽ സീനായി മല തിരഞ്ഞെടുക്കുന്നു, കാർമൽ മല തിരഞ്ഞെടുക്കുന്നു, അങ്ങനെ പല മലകൾ എന്തിനീ മലകൾ തിരഞ്ഞെടുക്കുന്നത്? അർത്ഥം പറ്റുന്നതല്ല, എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി ഉയർന്നു പോകണം, ഉയരുക, മുകളിലേക്ക് ഉയരുക, ദൈവത്തിലേക്ക് പോവുകയാണ്.
അപ്പം അങ്ങാണ്ട് അതൊരു ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഭൂമിയുമായിട്ടുള്ള ചുറ്റുപാടുകളുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ട് തനിച്ചിരിക്കുന്ന മലയുടെ മുകളിലിരിക്കുമ്പോൾ വേറെ ആരുമില്ല, ഒറ്റയ്ക്കിരിക്കുക ദൈവവുമായിട്ട് അവനും അവൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം പുലർത്തുന്ന വേദിയാണ്. അവനവൻ്റെ സൃഷ്ടാവിൻ്റെ കൂടെ ഇരിക്കുക, അവൻ തിരിച്ചറിയുന്നത്, അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, അവൻ്റെ വിഷമങ്ങൾ പറയുക, കണ്ണുനീര് പറയുക. ശ്രമണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ശ്രമണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിലർക്ക് പോയിട്ടുണ്ടാവും സിനായി മലയിൽ. ഞാൻ പോയിട്ടുണ്ട്, 1-2 പ്രാവശ്യം സിനായി മലയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിന്ന് 3-4 മണിക്കൂറൊക്കെ നടന്നാൽ മാത്രമേ അതിൻ്റെ മുകളിൽ ചെല്ലാൻ. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ എൻ്റെ മുകളിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭയങ്കര ഉയർന്ന മല, വലിയ ഉയർന്ന മല. അപ്പം ഞാൻ ചിന്തിക്കുമ്പം ചരിത്രം പറയുമ്പോൾ അതാണ് മോശ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചെന്നാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. അവിടെ ചെറിയ ദേവാലയമൊക്കെ, കുഞ്ഞൊരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പറയുന്നതാണ്, ഞാൻ അവിടെ ചെന്ന് അത്ഭുതപ്പെടും. ഇത്രയും ഉയർന്ന മല, ഒരുപക്ഷെ ആ ഈജിപ്തിൻ്റെ പ്രദേശത്തുള്ള എല്ലാ മലകളിൽ വെച്ച് ഏറ്റവും ഉയർന്നൊരു മല പോലെ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിലോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അവരോട് ആവശ്യപ്പെടുന്ന അർത്ഥം എന്താ? ബാക്കിയെല്ലാം താഴെയാകണം, എല്ലാം നിനക്ക് ചുറ്റുമുള്ളത് മുഴുവൻ താഴെയായിട്ട് നീ അതിന് മുകളിലോട്ട് കയറിയിട്ട് ദൈവവുമായിട്ട്, ദൈവത്തെ മാത്രമേ നിന്നെ ചുറ്റും നോക്കുമ്പോൾ നീ കാണാൻ പാടുള്ളൂ. ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറയും. അപ്പോഴാണ് ഇവന് ദൈവസ്വരം കിട്ടുന്നത്. 10 പ്രമാണങ്ങൾ അവന് ദൈവം കൊടുക്കുന്നു. ഞാൻ തുറന്നു പറയും, ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വേ ആരാധന, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം ഉണ്ടാകും. അവിടെ തുറന്നു പറയും, വേദനകളാകട്ടെ, പരിഭവങ്ങളാകട്ടെ, ദേഷ്യമാണ്. ഇപ്പം മോശയോട് ദൈവത്തോട് വഴക്കുണ്ടാക്കും. ഞാനാണോ ഇവരെല്ലാം പെറ്റത്, സൃഷ്ടി ഞാനാണോ ഇതിനെല്ലാം, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, വഴക്കിടും, ദേഷ്യപ്പെടും, സ്നേഹിക്കും, ദൈവത്തോടും എല്ലാം പറയുന്നൊരു മോശ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാണാം, സംസാരിക്കും. നിങ്ങൾ പുറപ്പാട് പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. മോശ എങ്ങനെയാണ് ദൈവത്തോട് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, മോശയുടെ മുമ്പിൽ ദൈവം ഇങ്ങനെ നേരെ അങ്ങ് നിൽക്കുകയല്ല, ഒരു അരൂപിയായിട്ട് നിൽക്കുകയാണ്. സമയത്ത് മോശ ദൈവത്തിൻ്റെ സ്വരം കേൾക്കും വല്ലപ്പോഴും, പിന്നെ എപ്പോഴും കേൾക്കണമെന്നില്ല. അപ്പം അതിനിടയിൽ മോശയ്ക്കറിയാം എവിടെ നിന്ന് ഞാൻ സംസാരിച്ചാലും ദൈവം കേൾക്കുന്നുണ്ടെന്ന്. അപ്പൊ ശൂന്യാകാശത്തിലേക്ക് നോക്കിയിട്ട് മോശ, ദൈവമേ ഈ ജനത്തെ നയിക്കാൻ എനിക്കാവുന്നില്ല. നല്ല പരിഭവങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ദൈവസ്വരം വരും ഇവന് കേൾക്കും. അപ്പം അവനറിയാം, ഒരു വ്യക്തി എന്ന പോലല്ല, ഒരു അശ്ലീലി എന്ന പോലെ, ഒരു അരൂപി എന്ന പോലെ ദൈവം അവനെ ചുറ്റും നിപ്പുണ്ടെന്ന് അവനറിയാം. അവൻ പറയുന്ന മുഴുവൻ ആ ദൈവം ഇന്നുകൊണ്ട് കേട്ടോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് തുറന്ന് സംസാരിച്ച് നോക്കുക. ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ വിഷമിക്കുന്ന വ്യക്തിയാകട്ടെ, എന്തെല്ലാം സംശയങ്ങളുള്ള വ്യക്തിയാകട്ടെ, വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തോട് തുറന്ന് സംസാരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രയർ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുസ്തുതി കുച്ചത്തിൽ നന്നായിട്ട് കേടിച്ച് കരങ്ങൾ ഉയർത്തി കേടിച്ച് ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-29. ഏകദേശം 8 ദിവസങ്ങൾക്ക് ശേഷം പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി, കാഴ്ചപ്പാട് മാറി. നമ്മുടെയൊക്കെ ദേഷ്യം അരിശമൊക്കെ മാറണമെങ്കിൽ ദൈവത്തോട് സംസാരിക്കണം. നമ്മളുടെ കുറ്റം പറയാൻ സ്വഭാവം, നമ്മളെ തിന്മകളൊക്കെ മാറും, മുഖഭാവം മാറും. അതാണ് ശരിക്കും വിശുദ്ധരൊക്കെ പറയുന്നത്. അവർ പള്ളിയിലല്ല, ദേവാലയ ദൈവസന്നിധിയിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു പ്രകാശം അവരുടെ മുഖത്ത് കാണാൻ പറ്റും. കാരണം ദൈവത്തോട് സംസാരിക്കുക. മോശയൊക്കെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തൊരു പ്രകാശമുണ്ട്. കാരണം ദൈവത്തെ കണ്ടിട്ട് വരികയാണ്. അബ്രാഹാം പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അബ്രാഹത്തിൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ട്. ജോഷുവ പ്രാർത്ഥിച്ചിട്ട് സമാഗമ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ട്. അഹരോൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ വസ്ത്രത്തിൽ നിന്നൊരു അഭിഷേകം ഒഴുകുന്നുണ്ട്. കാരണം അവരെല്ലാം ദൈവത്തെ കണ്ടുമുട്ടുന്ന
അത് പ്രിയപ്പെട്ട മക്കളെ, പലർക്കും കൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ നിരീശ്വരോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രാർത്ഥന തുടങ്ങുക, തനിച്ചിരുന്ന് രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രയറിലിരുന്ന് കഴിയുമ്പോൾ ഇപ്പം മക്കളെ ഓർത്തുള്ള പരാതിയാകാം, ജീവിത പങ്കാളി ഓർത്തുള്ള പരാതിയാകാം, കുടുംബ പ്രശ്നങ്ങൾ ഓർത്തുള്ളതാകാം, അല്ലെ രോഗം ഓർത്തുള്ളതാകാം, അല്ലെ ഒരുപാട് മാനസിക പീഡകളാകാം, വീട്ടിൻ്റെ അവസ്ഥകളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, കുടുംബ പ്രശ്നം എന്തോ ആകട്ടെ, അതെല്ലാം ഇത് ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, വളരെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹമാണ് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പണ്ടൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ് പ്രസിഡന്റ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്, വിജനമായ സ്ഥലങ്ങളായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പറയുന്നത് 80-85 90കളിലെ കാലഘട്ടമാണ് പറഞ്ഞത്. അപ്പം അന്ന് ഞാനിങ്ങനെ ഒരു 4 മണി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിലോട്ട് കയറിപ്പോവും. പഠിക്കാൻ കുറച്ച് പുസ്തകമൊക്കെ കൊണ്ടുപോകും, അവിടെ കൊണ്ട് പാറപ്പുറത്ത് കൊണ്ട് ഒരു പുസ്തകമൊക്കെ വെക്കും. പിന്നെ അതിലൂടെ നടന്ന് ഞാൻ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒക്കെ പിറ്റേ ദിവസമൊക്കെ നടക്കും, അല്ല കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര വിശ്വാസമായി. പല അനുഭവങ്ങളും മനസ്സിലായി. ഞാനിങ്ങനെ സ്ഥിരം ഇങ്ങനെ ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കും. അപ്പം അന്ന് ആരും എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ കരുതുന്നത്. അപ്പം ഇങ്ങനെ സംസാരിക്കാം. അപ്പം ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നാളെ പരീക്ഷയാണ്, അതാണ് ഇതാണ് എൻ്റെ സഹായം, അതുപോലെ ഹെൽപ്പ് കിട്ടുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഞാനിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് നോക്കി, എൻ്റെ ദൈവം അവിടെ നിൽപ്പുണ്ട്, എന്നെ കേട്ടുകൊണ്ട്, എന്നെ കണ്ടുകൊണ്ട്, എന്നെ നോക്കിക്കൊണ്ട്, എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം അവിടെ നിൽപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് മുഴുവനും കേട്ടിട്ട് ഉത്തരം കിട്ടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന തുടങ്ങിയാൽ മതി. അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിപ്പോൾ എനിക്ക് വൈദികനാകാനുള്ള ആഗ്രഹം ഉണ്ടാകും. എന്നും പള്ളിയിൽ പോകാൻ തീരുമാനമുണ്ട്. അവർ ആരും എന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആരും നിർബന്ധിച്ച് എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ വന്നാൽ ഞാനത് ചെയ്യും. അത് ഇടം വല്ലം നോക്കാറില്ല, ഒന്നിനെയും പേടിക്കാറുമില്ല. കാരണം വെച്ചാൽ അതാ ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നാൽ സന്തോഷം. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ജീവിതം തുടങ്ങുക. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ശരി, നമ്മൾ ചിലപ്പോൾ ജപമാലയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥന തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നല്ല പ്രയർ, അല്ല കരുണയാണ്. നമുക്ക് ഒരുപാട് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്തൊക്കെ വായിക്കും, ഒക്കെ നല്ലതാണ്. പക്ഷെ അതൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും. പക്ഷെ അതിലുപരി ഞാൻ പറയും, 1 മണിക്കൂറെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ ചെയ്യുന്ന എന്താ? അവിടെ ഇതിന് പുസ്തകവും വായിക്കൊന്നുമില്ല. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ പോയി ഈശോ തൻ്റെ എല്ലാ വിഷമങ്ങളും, വരാൻ പോകുന്ന സഹനങ്ങളെ മുഴുവനും ദൈവപിതാവിനോട് തുറന്നു പറയുക. അതാണ് പ്രാർത്ഥന. തൻ്റെ സൃഷ്ടാവായ, തൻ്റെ പിതാവായ, എല്ലാമായ ദൈവപിതാവിനോട് എൻ്റെ എല്ലാ കാര്യവും, പുത്രനെന്ന ഒരു അവസ്ഥ നിന്നുകൊണ്ട്, ഞാൻ മകനാണ്, അങ്ങ് പിതാവാണ്, അങ്ങയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു വ്യക്തിബന്ധം. ആ ഈശോയ്ക്ക് ഈശോയുടെ ജീവിതം മുഴുവൻ ആ പ്രയറുണ്ട്. പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉരുവിടുക എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ഒരു തുറന്നു കാര്യങ്ങൾ എൻ്റെ ദൈവത്തോട് ഞാൻ പറയുന്നതാണ് പ്രാർത്ഥന. എൻ്റെ വിഷമങ്ങളാകട്ടെ, പരിഭവങ്ങളാകട്ടെ, കുറ്റപ്പെടുത്തലാകട്ടെ, കുറവുകളാകട്ടെ, പാപങ്ങളാകട്ടെ, എല്ലാം തുറന്നു പറയുന്നതാണ് പ്രാർത്ഥന. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരു വർഷം മുമ്പ് ഞാൻ ഈ സൗത്ത് കൊറിയയിൽ കൺവെൻഷന് പോയി. 4 കൺവെൻഷൻ ഉണ്ടായിരുന്നു സൗത്ത് കൊറിയയിൽ. ഈ പിതാക്കന്മാർ വിളിച്ചിട്ട് പോയതാണ്, നല്ലൊരു കൺവെൻഷൻ. അപ്പോൾ ആ ദിവസങ്ങളിൽ അവരെന്നെ കൊണ്ട് അവരുടെ കത്തീഡ്രൽ പള്ളി കൊണ്ടുപോയി. പ്രധാനപ്പെട്ടൊരു കത്തീഡ്രൽ പള്ളി, വളരെ പ്രധാനപ്പെട്ട. അവിടെ ഒരു വൈദികൻ ആദ്യം രക്തസാക്ഷിയായത്. അപ്പോൾ ആ വൈദികൻ്റെ കല്ലറകളൊക്കെ ഉണ്ട്, ഒരുപാട് രക്തസാക്ഷിയുള്ള സ്ഥലമാണ്. 200 വർഷത്തെ പാരമ്പര്യമുള്ളൂ ആ സഭയ്ക്ക്. അവിടെ ഇവാഞ്ചലൈസേഷൻ നടന്നു, സുവിശേഷ പ്രഘോഷണം 100 വർഷം. പക്ഷേ 150-ലധികം വിശുദ്ധരും രക്തസാക്ഷികളും അവർക്കുണ്ട്. പ്രിസലോഷ് ഒരു ഇത്രയും വർഷം കൊണ്ട് തന്നെ ഇത്രയേറെ സംഭവങ്ങളുണ്ട്. വലിയൊരു കൂട്ടായ്മയാണ്. എന്നാ ഒരു എനർജറ്റിക് വൈബ്രൻ്റ് കമ്മ്യൂണിറ്റിയാണ്, നല്ല സ്ട്രോങ് ആയ വിശ്വാസികൾ. അപ്പം ഞാൻ കത്തീഡ്രൽ പള്ളി ചെന്നപ്പോൾ ഇവരാദ്യം എന്നെ ഇതിനുണ്ട് ക്രിപ്റ്റ്, അതായത് ഈ പള്ളിയുടെ അണ്ടർഗ്രൗണ്ട് ഒരു സംഭവമാണ്. അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെയാണ് ഈ വിശുദ്ധൻ, ഈ വൈദികൻ്റെ തിരുശേഷികൾ പേര്. അവിടെ ചെന്നപ്പോൾ അവിടെ ഞാനൊന്നും ഇരിക്കാനോ മുട്ടുകുത്താനോ ഒരു സ്ഥലം പോലും ഇല്ല. ഉച്ചയ്ക്ക് ഒരു 12-1 മണി സമയത്താണ്, ഫുൾ ആളാണ്. അതിനുശേഷം മെയിൻ ചർച്ച ചെന്നു. ഒത്തിരി പേരും അനക്കം, എല്ലാവരും തനിച്ചിരുന്നു. അനക്കൊരു പൊടിയുടെ ശബ്ദം ഒന്നുമില്ല, ഒരു പിൻട്രഡ് സൈലൻസ്, അതുപോലെ സൈലൻ്റാണ്. പക്ഷെ ആളുകൾ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാവേ. ആ ഒരു പ്രയർ
അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും അവിടെ നടന്നു പോകും, ആരും നോക്കില്ല, കണ്ണടച്ചെങ്കിൽ മറച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, വിശ്വേ ആരാധന, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ യുവാക്കളും നമ്മുടെ യുവതികളും നമ്മുടെ മാതാപിതാക്കളും നമ്മളെല്ലാവരും പ്രയറിലേക്ക് വന്നാൽ മതി. നമ്മുടെ നാടും നമ്മുടെ കുടുംബവും ഒക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു പ്രയർ, അതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ ഏത് പ്രശ്നങ്ങളിലും ദൈവം നമുക്കൊരു ഉത്തരം തരും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവഹിതം നമുക്ക് വെളിപ്പെട്ട് പ്രയർ കഴിയുമ്പോൾ ഉത്തരം കിട്ടും എന്നുള്ളതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. പ്രാർത്ഥന കഴിയുമ്പോൾ ഉത്തരം കിട്ടിയിരിക്കും. പ്രാർത്ഥന ആണ്. ചുങ്കക്കാരൻ പോലും, മാരക പാപി പോലും അവനെ മാരകപാപി എന്ന് വിളിച്ചു, ചുങ്കക്കാരനെ വിളിച്ചുകൊണ്ടിരുന്നത്. അവരാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ 9 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ ചുങ്കക്കാരൻ ദേവാലയത്തിൽ ചെന്നിട്ട് ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഭാവിയായ എൻ്റെ മേ കരുണയായിരിക്കണം പ്രാർത്ഥിച്ചു. ഇത്രേ ഉള്ളൂ. അവൻ പ്രാർത്ഥിച്ചു. അവൻ വചനം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ആ പരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് വരും. അതായത് അവൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവനോട് കരുണ കാണിച്ചെന്നാണ് ഈശോടെ പറയുന്നത്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 18-1 മുതൽ 8 വരെയുള്ള വചനത്തിൽ ഒരു ന്യായാധിപൻ്റെ അടുക്കൽ വിധവ ചെന്നിട്ട് നീതിക്ക് വേണ്ടി ഇങ്ങനെ എന്നും പോയിട്ട് പറയണം. കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് പരാതി പറയുക, എനിക്ക് നീതി നടത്തി തരണം. അവസാനം അവൻ നമുക്ക് നീതി നടത്തി കൊടുക്കുന്നത് കാണാൻ പറ്റും. അതായത് പ്രാർത്ഥിച്ചാൽ അതിനുത്തരമുണ്ട്. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ശരിക്കും പ്രാർത്ഥിച്ചാൽ 100% ഉറപ്പാണ് നിനക്കതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്തിരിക്കും. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അത് ബൈബിളിൽ ഏറ്റവും വലിയ പ്രോമിസാണ്. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടിയിരിക്കും.